ഹായ് ഡിയർ ആസ്പിരൻസ്, ഇന്ന് നമ്മൾ എടുക്കുന്നത് 8ാം ക്ലാസ്സിലത്തെ പാർട്ട് 2-ലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഒക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് അവസാനം വരെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ക്ലാസ്സിലോട്ട് പോവാം. ദേശീയ പ്രസ്ഥാനവും കേരളവും, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ പ്രതിമയാണ് ചിത്രം 8.1-ൽ നൽകിയിട്ടുള്ളത്. ഏതാണ് 8.1? ഇതാണ് ആ ചിത്രം. ഓക്കെ. 1741-ൽ കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരുമായുള്ള ആദ്യകാല സംഘർഷങ്ങളും മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തല്ലോ. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലെത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. അപ്പോൾ ഇതുവരെ വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലായി? 1741-ലാണ് കുളച്ചിൽ യുദ്ധം നടന്നിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് പാങ്ങോടാണ് അതിൻ്റെ സ്മാരകമുള്ളത്. പിന്നെ യൂറോപ്യന്മാർക്കിടയിൽ നടന്ന മത്സരത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു കേരളത്തിൽ ആധിപത്യം ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തത്, യൂറോപ്യരുടെ ആഗമനകാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം PYQ ചോദിച്ചിട്ടുള്ളതാണ്. നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? അത് മലബാറാണ്. കൊച്ചിയും തിരുവിതാംകൂറും എന്തായിരുന്നു എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിൻ്റെ കീഴിലാണ് നിലനിന്നത്. അപ്പോൾ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിൽ മലബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്? എന്തായിരുന്നു കാരണം? അനന്തരഫലങ്ങൾ എന്തൊക്കെ? അതൊക്കെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പടയൊരുക്കത്തിൻ കാഹളം മുഴങ്ങുന്നു. ഇനി ഒരു കവിതയിലെ വരികളാണ്. ഒട്ടും മറന്നില്ല ഞങ്ങളിന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീരില്ലി സ്വാതന്ത്ര്യ വിത്തുമുളപ്പിച്ച കർഷക വീരനെ. അപ്പോൾ ഒട്ടും മറന്നില്ല ഞങ്ങളിന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ. അപ്പോൾ ഈ 2 വരികൾ, ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി നോക്കുക. ഇതെന്തായാലും ഫസ്റ്റത്തെ വരി ഒരിക്കലും മറക്കരുത്. അത് P. കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്ന കൃതിയിലാണ്. P. കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ. പുരളിമല നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? പഴശ്ശിരാജ യുദ്ധം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂരിലെ പുരളിമല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. എന്ത്? പഴശ്ശിരാജനെ കുറിച്ചിട്ടാണ് ഈ വാക്കിൽ പറയുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അപ്പോൾ കോട്ടയം രാജകുടുംബാംഗമാണ് നമ്മുടെ പഴശ്ശിരാജ എന്ന് പറയുന്നത്. മൈസൂർ ഭരണാധികാരികൾക്കെതിരെ അദ്ദേഹം ബ്രിട്ടീഷുകാരനെ സഹായിച്ചിരുന്നു മലബാറിൽ. ഇതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി. ബ്രിട്ടീഷുകാരനെ സഹായിച്ചതിൻ്റെ പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് കൊടുക്കാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാണ്. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. മലബാറിൽ യുദ്ധങ്ങൾ നടന്നപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പഴശ്ശിരാജ സഹായിച്ചിരുന്നു. അതിൻ്റെ പേരിൽ കോട്ടയത്ത് നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ കേരളവർമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ ഉണ്ടാക്കി. പക്ഷേ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന പഴശ്ശിയുടെ ഒരു അമ്മാവനുണ്ടായിരുന്നു, കുറുമ്പ്രനാട് രാജാവ്. ആ രാജാവിന് അവിടുത്തെ കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നമ്മുടെ ബ്രിട്ടീഷുകാർ കൊടുക്കുകയാണ്. വീരവർമ്മ എന്നാണ് പേര്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ നോക്കാം. എന്തൊക്കെയായിരുന്നു പഴശ്ശിരാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എടുത്ത പ്രതിരോധം? താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു, ഒളിപ്പോര് നടത്തി,
ഇവരുടെ താവളം വയനാട്ടിലേക്ക് മാറ്റി. പിന്നെ തദ്ദേശീയ ജനവിഭാഗങ്ങളിനെ കൂടി ഇവരുടെ കൂടെ ചേർത്തു. പിന്നെ ഉളിപ്പോര്, ഗറില്ല യുദ്ധതന്ത്രങ്ങൾ അതൊക്കെ നടത്തി. കുറിച്യ നായകൻ തലയ്ക്കൽ ചന്തു, നായർപ്പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. പഴശ്ശിരാജാവിനെ സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ് കുറിച്യരുടെ നായകനായിട്ടുള്ള തലയ്ക്കൽ ചന്തു, നായർപ്പടേനെ നയിച്ചിട്ടുള്ള എടച്ചേന കുങ്കൻ, പിന്നെ കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ. ഇവരൊക്കെ പഴശ്ശിരാജാവിനെ സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാക്കി. എന്താണ്, ജനങ്ങളുടെ പിന്തുണയോടെയാണ് പഴശ്ശിരാജ പ്രതിരോധം തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരെ കീഴടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ലാന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ അങ്ങനെ കൈക്കൊണ്ട കുറച്ച് നടപടികൾ നോക്കാം. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ സൈനിക താവളം ഒരുക്കി. പുതിയ റോഡ് നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പം എല്ലാവരും പിടിച്ചു കൊടുക്കില്ലേ, പാരിതോഷികം കിട്ടണോണ്ട് നല്ല ബുദ്ധിയായിരുന്നു. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. പിന്നെ എന്ത് ചെയ്തു, പുതിയ റോഡ് നിർമ്മിച്ചു. പിന്നെ വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടിയെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ മൈസൂരാണ് പരാജയപ്പെട്ടത്. തുടർന്ന് 1792 മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി അതാണ് ശ്രീരംഗപട്ടണം. ആരൊക്കെയായിരുന്നു? ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശമാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടിയത്. മലബാർ മാത്രമല്ല വേറെ എന്ത് കിട്ടി? കൂർഗും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചോദ്യങ്ങളിൽ വരാം, മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മലബാർ മാത്രമേ കിട്ടിയത് അറിയുള്ളൂ. അപ്പോൾ നമ്മളത് തെറ്റാന്ന് കൊടുക്കും. പക്ഷേ അത് ശരിയാണ്, പുതിയ ടെക്സ്റ്റിൽ ഉള്ളതാണ്. ഇനി ഇത് കണ്ട, പഴശ്ശിരാജ 3000, വീരവർമ്മ രാജാവ് 1000. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിനെയൊക്കെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര രൂപ പാരിതോഷികം കിട്ടും എന്നാണ് പറയുന്നത്. കേരളവർമ്മ പഴശ്ശിരാജനെ പിടിച്ചാൽ 3000 രൂപ കിട്ടും. വീരവർമ്മ രാജാവിനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. രവിവർമ്മയാണെങ്കിൽ 1000, പള്ളൂർ ഏമ്മനാണെങ്കിൽ 1000, പള്ളൂർ രായരപ്പനാണെങ്കിൽ 300, എടച്ചേന കുങ്കനാണെങ്കിൽ 1000. ഇത് പഗോഡ കേട്ടോ, 3000 പഗോഡ. അതായത് അന്നത്തെ നാണയമായിരുന്നു പഗോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് KKN കുറുപ്പിൻ്റെ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ബുക്കിലെ വിവരമാണ് തന്നിരിക്കുന്നത്. അടുത്തത്, കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പഴശ്ശിനെ നേരിടാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചില്ല. പിന്നീട് തലശ്ശേരിയിലെ സബ് കളക്ടറായിട്ട് വന്ന തോമസ് ഹാർവേ ബാബർ ആളുടെ ഈ പഴശ്ശിയുടെ സേനാനായകനെ വധിച്ചും താവളങ്ങളൊക്കെ കണ്ടെത്തിയിട്ടും പഴശ്ശിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. എന്നിട്ട് 1805 നവംബർ 30-ന് വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അപ്പോൾ പഴശ്ശിരാജ മരിച്ചത് 1805 നവംബർ 30 എവിടെ വെച്ച്? വയനാട്ടിലെ മാവിലാംതോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്. ഇനി കുറച്ച് വരികയാണ്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാൾ എന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. വെള്ളി വീഴുന്നുണ്ട്. ഓക്കെ. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെക്കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണിത്. എന്നാണ് കത്ത് എഴുതിയത്? 1805 ഡിസംബർ 31, നവംബർ 30-ന് മരിച്ചേ. എന്നിട്ട് എന്ത് പറഞ്ഞു? കലാപകാരിയാണെങ്കിലും ആളൊരു നാടുവാഴിയുടെ രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ
എന്ത് പറഞ്ഞു, നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിനെക്കുറിച്ച് അയാൾക്ക് കുറച്ച് പരിഗണനയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തോമസ് ഹാർവേ ബാബർ. ആരോടാണ് പറഞ്ഞത്? മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഔദ്യോഗിക ബഹുമതികളോടെ ആളെ സംസ്കരിക്കണം എന്നാണ് ആൾ പറഞ്ഞു വരുന്നത്. അടുത്തത് വിളംബര ആഘോഷം മുഴക്കിയ ദളവ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തിനെ പറ്റിയിട്ടാണ്, കുണ്ടറ വിളംബരത്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. 18-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാർ പരാജയപ്പെടുന്നതും മുൻഭാഗത്ത് നാം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ 2 സംഭവങ്ങൾക്കു ശേഷം, അതായത് ആറ്റിങ്ങൽ കലാപത്തിനും കുളച്ചൽ യുദ്ധത്തിനും ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പായിരുന്നു നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അതായത് കുണ്ടറ വിളംബരം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുതമ്പി. ആരുടെ ദളവയായിരുന്നു? ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജ്യവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. എന്താണ്? 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിലൊരു കരാർ ഒപ്പിട്ടു. അതിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി, പിന്നെ ഭരണം ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുതമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുതമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിനിടയാക്കി. അപ്പോൾ ശരിക്കും എന്തുണ്ടായി? 1805 തിരുവിതാംകൂർ രാജാവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. അതുപ്രകാരം തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോവുകയും ചെയ്തു. അവിടുത്തെ ഭരണം പ്രസിഡൻ്റായ മെക്കാളെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ വേലുതമ്പിയുടെ ഉത്തരവ് മെക്കാളെ റദ്ദാക്കി കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുതമ്പിനെ ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. ഇതൊക്കെയാണ് വേലുതമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. അപ്പോൾ എന്തുണ്ടായി? കൊച്ചിയിലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പാലിയത്തച്ഛൻ. ആൾക്കും ഇതേ അനുഭവങ്ങൾ മെക്കാളയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേലുതമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. പാലിയത്തച്ഛനും സെയിം അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ വേലുതമ്പിയും പാലിയത്തച്ഛനും ഒരു രഹസ്യധാരണയിൽ വന്നു. എന്നിട്ട് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിച്ചു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെട്ടു. 1809 ജനുവരി 11 ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് ബേസിൽ ചോദിക്കും. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുതമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്താണ്? 1850 ജനുവരി 11 കുണ്ടറയിൽ വെച്ചിട്ട്, കുണ്ടറ എവിടെയാണ്? തിരുവിതാംകൂറിൽ. കുണ്ടറയിൽ വെച്ചിട്ട് വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു വേലുതമ്പി. ഈ വിളംബരത്തിനെയാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. നമുക്ക് ചെറിയൊരു ബോക്സിൽ കുണ്ടറ വിളംബരത്തിനെ പറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കുണ്ടറ വിളംബരം എന്നാണ് നടന്നത്? കൊല്ലവർഷം 948 മകരം 1. അത് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ PYQ ആയിട്ട് ഈ കൊല്ലവർഷവും മലയാള മാസത്തിൻ്റെ ഡേറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കണം. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണമെന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുതമ്പി ആഹ്വാനം ചെയ്തത്. അപ്പോൾ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാം എല്ലാവരോടും. അതാണ് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുതമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. രാജാവിന് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്നാലും വേലുതമ്പി പോരാടിക്കൊണ്ടേയിരുന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്ത് ദളവയ്ക്ക് തിരിച്ചടിയായി. എന്തു ചെയ്തു? വേലുതമ്പി കമ്പനി സൈന്യത്തോട് പരാജയപ്പെടും, അതായത് കമ്പനിയുടെ സൈന്യത്തിനോട് നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? പാലിയത്തച്ഛൻ ചെറുതായിട്ട്
അതിൽ നിന്ന് പിൻവാങ്ങി. അതൊക്കെ ദളവയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നു. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്നും രാജാവ് നീക്കം ചെയ്തു. രാജാവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ രാജാവ് ദളവ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുതമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. അതായത് തിരുവിതാംകൂറിൻ്റെയും കമ്പനീൻ്റെയും സൈന്യം പുള്ളിനെ മണ്ണടിയിലാണ് അഭയം തേടിയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് വളഞ്ഞു. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. മണ്ണടിയിട്ടാ. അങ്ങനെ ആൾ മരണം വരിക്കുകയാണ് ചെയ്തത്. ഇനി കൊച്ചിയും പാലിയത്തച്ഛനും. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഇല്ലേ? എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചതെന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആൾ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം കൊടുത്തു. അപ്പോൾ അത് പ്രശ്നം വഷളാക്കി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുതമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ച് ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തി. അപ്പോൾ ചോദിക്കാം, പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ സ്ഥലം മദിരാശി. അതൊരു പുതിയ അറിവാണ്. മദിരാശിയിലേക്ക് നാടുകടത്തി. അടുത്തത് പാലിയത്തച്ഛനെ കുറിച്ചിട്ട്. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. അതായത് കൊച്ചി രാജ്യത്തെ പാലി എന്ന് പറയുന്ന നായർ കുടുംബത്തിലെ കാരണവന്മാരെ പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നു. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. അപ്പോൾ പാലിയത്തച്ഛന്മാർ അവിടുത്തെ മന്ത്രിമുഖ്യൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനം അവർക്ക് വഹിച്ചു പോന്നു. അടുത്തതാണ് കുറിച്യർ കലാപം. പ്രതിരോധത്തിൻ്റെ വീരഗാഥ. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയാണ് ചിത്രം 8.6 ചിത്രീകരിച്ചിട്ടുള്ളത്. ഏതാണത്? ഇത് കുറിച്യർ കലാപത്തിൻ്റെ ഒരു ചിത്രമാണത്. എന്തുകൊണ്ടായിരിക്കാം ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. ആരൊക്കെയാണ്? വയനാട്ടിലെ ഗോത്രവിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീടുകാർ ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. അതായത് കലാപത്തിൽ ഈ കുറിച്യരും കുറുമ്പരും പഴശ്ശിയുടെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ടാണ് കണ്ടത്. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്? ഗോത്രജനതയുടെ തുണ്ടുഭൂമി പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികളെ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാനായിട്ട് അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. പണ്ടൊക്കെ നികുതിയായിട്ട് പണത്തിന് പകരം സാധനങ്ങളാണ് കൊടുത്തിരുന്നത്. പക്ഷേ ആ സാധനങ്ങൾക്ക് പകരം പണം തന്നെ വേണമെന്ന് അവർ വാശി പിടിച്ചു. അതൊക്കെയാണ് കുറിച്യർ കലാപത്തിൻ്റെ മെയിൻ കാരണം. 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. അപ്പോൾ എന്നാണ് ഇതും PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയാണ് കുറിച്യർ കലാപം. വയനാട്ടിലാണ് നടന്നത്. 1812 കുറിച്യരും കുറുമ്പരുമാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയതും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു അവരുടെ നേതാവ്. അപ്പോൾ കുറിച്യരുടെ നേതാവ് രാമൻ നമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനെ ഇവർ നേരിട്ട് ആക്രമിച്ചു. കൂടാതെ പട്ടാളക്കാരനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ട് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. 1836 മുതൽ 1853 വരെ 18 വർഷമുണ്ട്. അതിനിടയിൽ അതിൽ 22 കലാപം നടന്നിട്ടുണ്ട്. ഇതാരാണ് പറയുന്നത്? C.A. ഇന്നസ് മലബാർ ഗസറ്റിയർ എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്റ്റ് കളക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കുറേ കലാപങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയവും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും. ബ്രിട്ടീഷുകാരുടെ നികുതിയും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഇതൊക്കെയാണ് കാരണമെന്ന് മലബാർ ഡിസ്ട്രിക്റ്റ് കളക്ടറായിരുന്ന വില്യം ലോഗൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട്, ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിനും ജന്മിമാർക്കും എതിരെ കർഷകർ കുറേ പ്രതിഷേധങ്ങൾ നടത്തി. കൂടുതലും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ മാപ്പിള കലാപങ്ങൾ എന്നാണ് ഈ കലാപങ്ങളെ വിശേഷിപ്പിച്ചത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സഹോദരന്മാർ. ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ എന്ന് പറയുന്ന വരികൾ പണ്ഡിറ്റ് KP കറുപ്പൻ്റേതാണ്. ജാതിക്കുമ്മി എന്ന് പറയുന്ന കവിതയിലാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥയെക്കുറിച്ച് പറയുന്ന വരികളാണ് ഇത്. ഇനി 19-20 നൂറ്റാണ്ടിലൊക്കെ കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നാം ഇന്നു കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹിക തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. അതായത് 19-20 നൂറ്റാണ്ടിൽ അന്ധവിശ്വാസ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി ആളുടെ ജാതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു നിർണയിച്ചത്. പിന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് എന്നിവയും ഉണ്ടായിരുന്നു. അടുത്തത് സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമി. അത് PYQ ആണ്. പിന്നെ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശതയനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. സാമൂഹിക പരിഷ്കർത്താവാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അവശതയനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തത് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമസ്ഥാനീയൻ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാസ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ആരാണ് വിശേഷിപ്പിച്ചത്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ക്ഷേത്രത്തിനെയാണ് വിശേഷിപ്പിച്ചത്. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ P. പൽപ്പു, TK മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചന. അപ്പോൾ ജാതി വ്യവസ്ഥയെയും ആചാരങ്ങളെയൊക്കെ എതിർത്തിട്ടുള്ള ആളാണ് ചട്ടമ്പി സ്വാമികൾ. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി രാജവാഴ്ചയുടെ പൊള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ജാതീയതയ്ക്കും അടിമത്തത്തിനും എതിരെ പോരാടി പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ. VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ് അത് VT ഭട്ടതിരിപ്പാടാണ് രചിച്ചത്. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. പിന്നെ അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി.
വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. അപ്പോൾ എന്താണ് ജനവിഭാഗങ്ങളുടെ അവകാശം, ആത്മാഭിമാനം, സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, അതിനൊക്കെ വേണ്ടി പോരാടിയിട്ടുണ്ട്. വില്ലുവണ്ടിയും കല്ലുമാലയും അത് അയ്യങ്കാളിയുടെ പ്രധാന സമരങ്ങളാണ്. വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും. പിന്നെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി, NSS. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ. കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കവിയാണ്, നാടകകൃത്താണ്, പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. പ്രസ്ഥാനം അരയ സമാജം. ഇനി വാഗ്ഭടാനന്ദൻ യുക്തിയിലധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം. ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം. ആരൊക്കെയാണ്? ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം. ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സ്ത്രീകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവർ, സ്ത്രീകൾ, അവർക്കൊക്കെ അവകാശങ്ങളും വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ കിട്ടി. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ കാരണം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. അടുത്തത് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. അതിൽ ഫസ്റ്റത്തെയാണ് മേൽമുണ്ട് സമരം. എല്ലാ മതത്തിലുള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെപ്പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിൽ എങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്ക കൊണ്ട് വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നു കൊള്ളുകയും വേണം. എന്താണിത്? സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൻ്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ള രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെപ്പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26-ന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ മാറുമറയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26-ന്. അടുത്തത് വൈക്കം സത്യാഗ്രഹം. അയിത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള റോട്ടിൽ കൂടെ താഴ്ന്ന ജനവിഭാഗങ്ങൾക്ക് സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30-ന് സത്യാഗ്രഹം ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. TK മാധവൻ ഉണ്ടായിരുന്നു, K കേളപ്പൻ, KP കേശവമേനോൻ. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ 1925 നവംബർ 23-ന് ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു.
അപ്പോൾ വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ളതാണ്. 1924 മാർച്ച് 30 ആരംഭിച്ചു. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ എന്നിവരാണ് നയിച്ചത്. മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ അവസാനിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇത് സവർണ ജാഥ എന്നറിയപ്പെടുന്നു. അപ്പം സവർണ ജാഥ നയിച്ചിട്ടുള്ളത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. പി വൈക്കുമാണ്. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. ആരൊക്കെയാണ്? കെ. കേളപ്പനും ഉണ്ടായിരുന്നു, മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലൻ. എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിനു പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. കെ. കേളപ്പനും മന്നത്ത് പത്മനാഭനും നേതൃത്വം കൊടുത്തു. 1931 നവംബർ 1 ആരംഭിച്ചു. വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, പിന്നെ പി കൃഷ്ണപിള്ള ഇവരിനെയൊക്കെ ശക്തമായി മർദ്ദിച്ചു. തുടർന്ന് കെ. കേളപ്പൻ മരണം വരെ ഉപവാസം തുടങ്ങി. അത് ഗാന്ധിജി വന്നിട്ട് അവസാനിപ്പിച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. പിന്നെ പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധന നടത്തി. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന് എല്ലാവരും പിന്തുണച്ചു. അങ്ങനെ സത്യാഗ്രഹം കഴിഞ്ഞു. ആധുനിക കാലത്തെ മഹാത്ഭുതം. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഇനി പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. പാലിയം സത്യാഗ്രഹം 1947-48 നടക്കുന്നത്. കൊച്ചിയിലെ ചേന്നമംഗലം പാലിയത്തച്ഛൻ്റെ വസതിയുടെ മുന്നിലൂടെ നടക്കാനായിട്ട് താഴ്ന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർത്ത് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. പാലിയം സത്യാഗ്രഹം 1947-48 ആരംഭിച്ചത്. സി കേശവനായിരുന്നു അതിൻ്റെ പ്രധാന നേതാവ്. 1948 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അതോടുകൂടിയിട്ട് പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. ദേശീയബോധത്തിൻ്റെ സമരജ്വാല. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം.
വരിക വരിക സഹചരേ. ഇത് അംശി നാരായണൻ പിള്ളയുടെ വരികളാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണൻ പിള്ള എഴുതിയ വരികളാണിവ. സത്യാഗ്രഹ സമരത്തിൻ്റെ രീതി എന്താണ്? അപ്പോൾ 1930 ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച്. ആ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ജാഥയിൽ ആരംഭിച്ചിട്ടുള്ള വരികളാണ് ഈ വരിക വരിക സാഹചര്യം എന്ന് പറയുന്നത്. അത് അംശി നാരായണ പിള്ളയാണ് ഈ വരികൾ എഴുതിയിട്ടുള്ളത്. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയിൽ നീങ്ങി. ഗാനം ആലപിച്ച് മുദ്രാവാക്യം മുഴങ്ങിയാണ് അവർ പയ്യന്നൂർ കടപ്പുറത്തേക്ക് പോയത്. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിക്കാം. അതിനു മുന്ന് ഇതുണ്ട്. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസ്സിലെ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. സി ശങ്കരൻ നായരും ബാരിസ്റ്റർ ജി.പി. പിള്ളയുമായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടവർ. INC സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. അതുപോലെ INCയുടെ പ്രസിഡൻ്റായിട്ടുള്ള ആളാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ. മലബാർ. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. ഖിലാഫത്തിനും നിസ്സഹകരണത്തിനും സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. ഭാഗമായിട്ട് ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തു, കോടതി, വിദ്യാലയം അതൊക്കെ ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാൽ മേനോൻ, KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. അപ്പോൾ മലബാറിൽ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാൽ മേനോൻ, അതുപോലെ KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ അതിൻ്റെ അലയൊലികൾ കേരളത്തിലുമുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിൻ്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. അപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂർ. കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാനാണ്. പിന്നെ ഈ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചാരണം അതൊക്കെ നടന്നിരുന്നു. ഗാന്ധിജി കേരളത്തിൽ. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം കോഴിക്കോടെത്തി എന്നാണ്. 1920 ഗാന്ധിജിയും കൂടെ മൗലാന ഷൗക്കത്ത് അലിയും ഉണ്ടായിരുന്നു. നിസ്സഹകരണത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് കോഴിക്കോട് വന്നത്. ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. 1920 ആദ്യത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. അപ്പോൾ 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. കൂടെ മൗലാന ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു. നിസ്സഹകരണത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും പ്രചരണാർത്ഥമാണ് കോഴിക്കോടാണ് വന്നിട്ടുള്ളത്. അടുത്തത് മലബാർ കലാപം. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി.
ജന്മിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് കലാപം അടിച്ചമർത്തി. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തിനെയും ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആലി മുസ്ലിയാർ, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. അപ്പോൾ മലബാർ കലാപം 1921 നടന്നത്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിലാണ് ആദ്യം ആരംഭിച്ചത്. നിസ്സഹകരണ ഖിലാഫത്തും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മുന്നേ ഉണ്ടായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും കൂടെ ചേർന്നപ്പോൾ അതൊരു കലാപമായി പരിണമിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തിനെയും ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത്. നേതൃത്വം നൽകിയ ആൾക്കാർ ആലി മുസ്ലിയാർ, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവരാണ്. അടുത്തത് വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിൻ്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി. യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റു വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ടു. അതാണ് വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപകാലത്താണ് ഉണ്ടായത്. ഹിച്ച്കോക്കിൻ്റെ മേൽനോട്ടത്തിലാണ് തടവുകാരനെ തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്നാണ് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മലബാർ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളായിരുന്നു ഇവ. ഇതിനാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലുണ്ടായതാണ് ഈ കലാപം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ ആയിട്ട് ക്വിറ്റ് ഇന്ത്യ ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് ഗാന്ധിജിനെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ എന്താ പറയുക, ക്വിറ്റ് ഇന്ത്യ സമരം അക്രമ സ്വഭാവത്തോടെയായിട്ട് മാറി. മലബാർ, കൊച്ചി, തിരുവിതാംകൂറിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. എവിടെയാണ്? സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയുടെ അടുത്ത് കീഴരിയൂർ വെച്ചിട്ട് ബോംബ് നിർമ്മിച്ചു. വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്താനായിരുന്നു ലക്ഷ്യം. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത് എന്നാണ് 1942 നവംബർ 17. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കീഴരിയൂരിൽ വെച്ചിട്ട് ബോംബുണ്ടാക്കി ബ്രിട്ടീഷുകാരനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് 1942 നവംബർ 17 ബോംബ് പൊട്ടിച്ചു. പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച KB മേനോനെയും ബാക്കിയുള്ള ആൾക്കാരെയും ബ്രിട്ടീഷ് പോലീസ് പിടികൂടി കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇനി കൊച്ചിയിൽ രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതു മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. അതിലെ ഒന്നാണ് ഇലക്ട്രിസിറ്റി സമരം. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭമുണ്ടായി. സമരത്തെ ഗവൺമെൻറ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി. അപ്പോൾ കൊച്ചിയിൽ നടന്നിട്ടുള്ളതാണ് ഇലക്ട്രിസിറ്റി സമരം. 1936 തൃശ്ശൂരിൽ വെച്ചിട്ട് അന്നത്തെ ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിൻ്റെ പേരിൽ നടന്നിട്ടുള്ളതാണ്.
അടുത്തത് കൊച്ചി രാജ്യപ്രജാമണ്ഡലം. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഉത്തരവാദ ഭരണം നേടാൻ വേണ്ടിയിട്ട് 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയുമുണ്ടായി. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി. കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. അപ്പോൾ എന്താണ്, ഉത്തരവാദ ഭരണം നേടാൻ വേണ്ടിയിട്ടാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ചത്. 1941 രൂപീകരിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. പിന്നെ 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചു. പിന്നെ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇക്കണ്ട വാര്യർ ചുമതലയേറ്റു. അടുത്തത് തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങൾ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ആയിരുന്നു. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം അതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം. തിരുവിതാംകൂറിലെ സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം വേണമെന്നായിരുന്നു. ഈഴവ മെമ്മോറിയലാണെങ്കിൽ സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന്. ഈഴവ മെമ്മോറിയൽ സർക്കാർ ജോലിയിൽ ഈഴവർക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കണം. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ നടന്നത്. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896 സെപ്റ്റംബർ 3 അംഗങ്ങൾ മഹാരാജാവിനെ സമർപ്പിക്കുന്നത്. പിന്നെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ P പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ കഴിഞ്ഞു, ഈഴവ മെമ്മോറിയൽ കഴിഞ്ഞു. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. 32 നിവർത്തന പ്രക്ഷോഭം നടന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ സംയുക്തമായിട്ടാണ് നിവർത്തന പ്രക്ഷോഭം നടത്തിയത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നതായിരുന്നു ആവശ്യം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്കനുസരിച്ച് സംവരണം വേണം. C. കേശവൻ, N. V. ജോസഫ്, P. K. കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു. പട്ടംതാണു പിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടംതാണു പിള്ള. നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. നിവർത്തന പ്രക്ഷോഭം 32 ആരംഭിച്ച് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സംയുക്തമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗത്തിലും നിയമസഭയിലും ജനസംഖ്യയ്ക്കനുസരിച്ച് സംവരണം വേണമെന്നായിരുന്നു ആവശ്യം. C. കേശവൻ, N. V. ജോസഫ്, P. K. കുഞ്ഞ് അവരാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടംതാണു പിള്ള. ഇനി നിവർത്തനം. സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് I.C. ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. അപ്പം നിവർത്തനം എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് I.C. ചാക്കോ ആണ്. നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ട് നിവർത്തനം എന്നുള്ള പേര് കൊടുത്തത്. അടുത്തത് സ്വദേശാഭിമാനി പത്രം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു K. രാമകൃഷ്ണപിള്ള. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതിൻ്റെ പത്രാധിപരായിരുന്നു K. രാമകൃഷ്ണപിള്ള. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്നെതിർത്തിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാലാചാര്യയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു.
അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. അതിൻ്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള. സർക്കാരിൻ്റെ തെറ്റായ നയവും അഴിമതിയും ഒക്കെ പത്രത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായ പി രാജഗോപാലാചാര്യനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു. തുടർന്ന് രാമകൃഷ്ണപിള്ളേനെ നാട് കടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. ആരാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായിട്ടുള്ള കോൺഗ്രസ്സുകാർ? 1934 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ചിട്ട് ഒരു യോഗം ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അതായത് INCയുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അതായത് നമ്മുടെ EMS, AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഇഷ്ടമുള്ള കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് കോഴിക്കോട് ഒരു യോഗം ചേർന്നു. അത് കഴിഞ്ഞ് INCയുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. പി കൃഷ്ണപിള്ള, EMS, AKG ആണ് ഈ വിഭാഗത്തെ നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക സമരങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ചിട്ട് ഒരു യോഗം ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഇഷ്ടമുള്ള കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ഒരു യോഗം ചേർന്നു. എന്നിട്ട് INCയുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾക്കാർ പി കൃഷ്ണപിള്ള, EMS, AKG ഒക്കെയാണ്. പിന്നെ ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കർഷക സമരങ്ങളും നടന്നിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഈ സമരം. സ്വേച്ഛാധിപത്യത്തിനും ഉത്തരവാദ ഭരണം സ്ഥാപിക്കാനും വേണ്ടിയിട്ട് സ്വേച്ഛാധിപത്യത്തിനെതിരെ പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാൽ ഇത് പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നു. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത്. അപ്പോൾ 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. പിന്നെ ഇത് വിവരിക്കുന്നത് ഗാന്ധിജി വടകരയിൽ വന്നിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ്. അന്ന് കുട്ടിയായിരുന്ന കൗമുദി ടീച്ചർ തൻ്റെ സ്വർണ്ണ വളകളൊക്കെ കമ്മലും ഒക്കെ ഊരി ഗാന്ധിജിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. അടുത്തത് മേൽ പറഞ്ഞ ചരിത്ര സംഭവം വായിച്ചല്ലോ. ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആഭരണം ധരിക്കാതെ ഖാദി മാത്രം ധരിച്ച് ലളിത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു കൗമുദി ടീച്ചർ. ഇങ്ങനെ നിരവധി മലയാളി സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പ് നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനം എന്നിവയിൽ സ്ത്രീകൾ സജീവമായി. സമരകാലഘട്ടത്തിൽ ഐത്തോച്ചാടന, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും, തിരുവിതാംകൂറിലാണെങ്കിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ഇക്കാലയളവിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. അടുത്തത് C.
കുഞ്ഞിക്കാവമ്മ സി. കുഞ്ഞിക്കാവമ്മ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണനൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെക്കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണനൂലിൽ കോർത്ത തുളസിമാല മകനെക്കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം ഗാന്ധിജി നിർദ്ദേശിച്ചു. ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവയിലും സജീവമായിരുന്നു. അടുത്തത് സംസ്ഥാന രൂപീകരണം. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭാഗങ്ങളായി ഗണിക്കാവുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളും മയ്യഴിയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന സ്വയംഭരണാധികാരമുള്ള ഒരു ഘടകമായി സംഘടിപ്പിക്കണം. ഈ ഘടകത്തിലെ ഭരണകൂടത്തിൻ്റെ എല്ലാ അധികാരശക്തിയും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യകേരള കൺവെൻഷൻ പ്രമേയത്തിലെ ഒരു ഭാഗമാണിത്. മുകളിൽ കൊടുത്ത പ്രമേയത്തിലെ ആവശ്യങ്ങൾ വായിച്ചു. വ്യത്യസ്ത ഭരണമേഖലകളായിരുന്ന കേരളത്തെ ഒന്നിപ്പിച്ച് കേരള സംസ്ഥാനം സൃഷ്ടിക്കാനുള്ള പ്രമേയമാണ്. ഐക്യകേരളത്തിനായി നടന്ന പ്രധാന സംഭവങ്ങൾ പരിശോധിക്കാം. 1921 ഒറ്റപ്പാലത്ത് വെച്ചിട്ട് അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക സംസ്ഥാനമായി കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനം പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഐക്യകേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിൻ്റെ കൺവെൻഷനുകൾ നടത്തുകയും ഉണ്ടായി. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിനെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പായിരുന്നു. അപ്പോൾ എന്താ, 1921 ഒറ്റപ്പാലത്ത് അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നു. അതിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂറിലുള്ള ആൾക്കാർ പങ്കെടുത്തു. പിന്നീട് 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ സമ്മേളനത്തിൽ കേരളത്തിനെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ ഐക്യകേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കൺവെൻഷനുകളും നടത്തി. അങ്ങനെ 1949 ജൂലൈ 1 തിരുവിതാംകൂറിനും കൊച്ചിനെയും സംയോജിപ്പിച്ചിട്ട് തിരുക്കൊച്ചി എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിച്ചു. കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. കൊച്ചി തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിൽ സ്ഥാപിച്ച കല്ലുകളാണ് കൊതിക്കല്ല് എന്ന് പറയുന്നത്. കോ എന്നത് കൊച്ചിനെയും തി എന്നത് തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കാൻ ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിനെയും സംയോജിപ്പിച്ച് 1956 നവംബർ 1 കേരളം നിലവിൽ വന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട്, അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർത്തു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് കേരളത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് തമിഴ്നാടിന് വിട്ടുകൊടുക്കുകയും പിന്നെ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായ കാസർഗോഡ് കേരളത്തിനോട് ചേർക്കുകയും ചെയ്തു. 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. 57 ഏപ്രിൽ 5 EMS ആയിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി. അങ്ങനെ കേരളത്തിൽ അധികാരമേറ്റു.